ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിന്ധ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൂടുകുരു അല്ലെങ്കിൽ ഹീറ്റ് റാഷ് അല്ലെങ്കിൽ പ്രിക്ലി ഹീറ്റ് എന്ന് പറയുന്ന കണ്ടീഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഹോം റെമഡീസ് എന്തൊക്കെയാണ്, ഇതിൽ ആയുർവേദത്തിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്, ഇതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് എന്താണ് ചൂടുകുരു അല്ലെങ്കിൽ ഹീറ്റ് റാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഇത് പ്രധാനമായിട്ടും നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസ് അല്ലെങ്കിൽ വിയർപ്പ് ഗ്രന്ഥികളുടെ ഡക്ട്സ് അതിൻ്റെ സുഷിരങ്ങൾക്കുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടിൻ്റെ കൊണ്ട് നമ്മുടെ സ്വെറ്റ് അല്ലെങ്കിൽ വിയർപ്പ് ഈ ശരീരത്തിനുള്ളിൽ തന്നെ നിൽക്കുകയും അതുവഴി നമ്മുടെ ചൂട് പുറത്തേക്ക് പോകാത്ത ഒരവസ്ഥേനെയാണ് നമ്മൾ ഹീറ്റ് റാഷ്. അതുവഴി നമുക്ക് ശരീരത്ത് കുരുക്കളും അതുപോലെ തന്നെ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഹീറ്റ് റാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ചൂട് നമ്മുടെ ശരീരത്തെ ഒരുപാട് കൂടാനായിട്ടുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു ബാത്ത് അല്ലെങ്കിൽ കുളിക്കുന്നത് നല്ലതായിരിക്കും. നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ തന്നെ നമ്മൾ കുളിക്കുന്നത്, അധികം ചൂട് വെള്ളത്തിലല്ലാതെ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ തന്നെ കുളിക്കുന്നത് നല്ലതാണ്. 1-2 ഷവർ എടുക്കുന്നത് ഒരു ദിവസം നല്ലതായിരിക്കും, ചൂട് കുറയാനും അതുപോലെ തന്നെ ഈ ഹീറ്റ് റാഷ് കൊണ്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതുപോലെ കുളിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ഇടുക, കോട്ടൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് അധികം ടൈറ്റായിട്ടുള്ള പോളിസ്റ്റർ പോലത്തെ ഡ്രസ്സുകൾ ഇടുകയാണെങ്കിൽ അത് സ്വെറ്റിങ് കൂടാനും അതുവഴി നമ്മുടെ ഹീറ്റ് റാഷിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കൂടിക്കിട്ടാനും ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ലൂസായിട്ടുള്ള കോട്ടൺ തുണികൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഹീറ്റ് നമ്മുടെ ശരീരത്ത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഒരുപാട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ നമുക്ക് ഹോം റെമഡീസ് ആയിട്ടുള്ള അലോവേറ ജെല്ലിൻ്റെ ആപ്ലിക്കേഷൻ വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. അലോവേറ ജെല്ലിൽ നമ്മൾ കറ്റാർ വാഴയുടെ ജെല്ല് എടുത്തതിന് ശേഷം അത് നമുക്ക് ഈ ഹീറ്റ് റാഷ് ഉള്ള സ്ഥലത്ത്, ചൂടുകുരു ഉള്ള സ്ഥലത്ത് പുരട്ടുന്നത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ റൈസ് വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞവെള്ളത്തിൻ്റെ ആപ്ലിക്കേഷനും വളരെ ഫലപ്രദമായി പറയുന്നുണ്ട്. അത് നമ്മുടെ അധികം ചൂടായിട്ടുള്ള കഞ്ഞവെള്ളമല്ല, തണുത്തിരിക്കുന്ന കുറച്ച് തണുത്ത ഒരു കഞ്ഞവെള്ളത്തിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഫലപ്രദമാണ്. ചൂടുകുരു മാറിക്കിട്ടാനും അതുകൊണ്ട് ആ ഒരു ഇൻഫ്ലമേഷനെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതുപോലത്തുള്ള ഹോം റെമഡീസ്. അതുപോലെ തന്നെ നമുക്ക് കർഡിൻ്റെ ആപ്ലിക്കേഷനും വളരെ ഫലപ്രദമാണ്. കുഞ്ഞുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സുഷിരങ്ങൾ ചെറുതാവുന്നതുകൊണ്ട് സ്വെറ്റ് ഗ്ലാൻസിൻ്റെ, അതായത് നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികളുടെ ഡക്റ്റ് കുഞ്ഞുങ്ങൾക്ക് ചെറുതായതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഇതുപോലെ ചൂടുകുരുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കർഡിൻ്റെ ആപ്ലിക്കേഷൻ വളരെ ഫലപ്രദമായിരിക്കും. അതായത് തൈര് ഇതുപോലെ അവർക്ക് ചൂട് കൂടാതിരിക്കാനായിട്ട് തൈരൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ശരീരത്ത്. അപ്പോൾ ചൂട് അധികം കൂടാതിരിക്കാനായിട്ട് സഹായിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഫലപ്രദമായിട്ടുള്ളത് മറ്റ് ഹോം റെമഡീസ് എന്ന് പറയുന്നത് തുളസി ഇല, അതുപോലെ തന്നെ നീം അല്ലെങ്കിൽ വേപ്പില, ഇതുപോലെയുള്ള ഇലകളിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുട്ടീനെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൻ്റെ നീരരച്ച് പുരട്ടുന്നത് വളരെ ഫലപ്രദമാണ്. ഇതുപോലെ തന്നെ പുതിന ഇലയൊക്കെ ആണെങ്കിലും നമുക്ക് അതിട്ട് വേണമെങ്കിലും കുളിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ നീര് അരച്ച് പുരട്ടാവുന്നതാണ്. ഇതുപോലെയുള്ള ഹോം റെമഡീസ് നമ്മൾ സ്വീകരിക്കുന്നത് വഴി ഈ ഹീറ്റ് റാഷ് അല്ലെങ്കിൽ ചൂടുകുരുവിൽ നിന്ന് നമുക്ക് വളരെയധികം ആശ്വാസം കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുക്കുംബർ. നമ്മുടെ വെള്ളരിക്ക ചെറിയ ചെറിയ സ്ലൈസസ് ആക്കിയതിന് ശേഷം ചൂടുകുരു ഉള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ കുറയ്ക്കാനും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് കുക്കുംബർ അല്ലെങ്കിൽ വെള്ളരിക്കയുടെ ആപ്ലിക്കേഷൻ. ഇതുപോലെ തന്നെ നമുക്ക് ഓയിൽ ആപ്ലിക്കേഷൻ അത്ര ഫേവറബിൾ അല്ല. കാരണം ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്വെറ്റ് അല്ലെങ്കിൽ വിയർപ്പിനെ അകത്ത് തന്നെ പിടിച്ച് നിർത്തുകയും ചൂട് കൂട്ടാനും സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അവിടെ ഇൻഫ്ലമേഷൻ കൂട്ടാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓയിലിൻ്റെ അല്ലെങ്കിൽ തൈലങ്ങളൊന്നും ഇടാൻ പാടില്ല. ഈ ചൂടുകുരു വരുന്ന സമയങ്ങളിൽ തൈലങ്ങളുടെ ആപ്ലിക്കേഷൻ കുറയ്ക്കുന്നതാണ് നല്ലത്. നമുക്ക് ഈ ഡസ്റ്റിംഗ് പൗഡേഴ്സ്, ടാൽക്കം പൗഡർ പോലത്തെ പൗഡേഴ്സ് ഇടുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കലാമിൻ ലോഷനൊക്കെ പുരട്ടുന്നതൊക്കെ അത് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആയുർവേദത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് അഭിവത്തി ചൂർണം പോലത്തുള്ള പൊടികൾ അവൈലബിൾ ആണ്. ഉള്ളിൽ തന്നെ
കഴിക്കാവുന്ന ചൂർണ്ണങ്ങളും അതുപോലെ തന്നെ ഇതുപോലെ അരിഷ്ടങ്ങൾ ആയാലും ഒക്കെ ബോഡി തണുപ്പിക്കുന്ന അരിഷ്ടങ്ങളൊക്കെ നമുക്ക് ആയുർവേദത്തിൽ ലഭ്യമാണ്. ഉഷീരാസവം, ശാരിപത്യാസവം ഇതുപോലെ അരിഷ്ടങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ശരീരത്തിലെ ചൂടുകുരുകൾ മാർക്കുന്ന കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് നമ്മൾ ഈ ചൂടുകുരുവിൻ്റെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചെറിയ പസ് കണക്ക് വരികയാണെങ്കിൽ, അതായത് പഴുപ്പ് കണക്ക് വല്ലതും ചൂടുകുരുവിൽ കണ്ടുവരികയാണെങ്കിൽ അതുപോലെ തന്നെ അത് അസോസിയേറ്റ് ചെയ്ത് വന്ന് പനി വല്ലതും കണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറിൻ്റെ ചികിത്സ തേടേണ്ടതാണ്. ഹോസ്പിറ്റലിൽ പോയി തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അല്ലാതെ സാധാരണ ഉള്ളതൊക്കെ ഇതുപോലെ ഹോം റെമഡീസ് കൊണ്ട് മാറാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ടൊക്കെ മാറിക്കിട്ടാവുന്നതാണ്. അത് 2-3 ദിവസം കൊണ്ട് തന്നെ മാറിക്കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.